ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 19 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളിൽ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ നമ്മൾ വായിക്കുന്നു. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താനും എൻ്റെ സമ്പത്ത് കൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നൊന്ന് നമ്മളെ ആഴത്തിൽ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഉപമയാണ് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ. ഒന്നാമതായിട്ട് ഇവിടെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വ്യക്തമായൊരു ചിന്ത നമുക്ക് ഈ ഉപമ തരുന്നു. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൻ്റെ യോഗ്യത അനുസരിച്ചാണ് നമുക്ക് നിത്യസമ്മാനം ലഭിക്കുക എന്നും ഈ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നു. ഇവിടുത്തെ ജീവിതം നിത്യതയിൽ നിശ്ചയമായും നമ്മളെ സ്വാധീനിക്കും. ഇവിടെ ദൈവത്തെയും അവിടുത്തെ കൽപ്പനകളെയും സഹോദരങ്ങളെയും മറന്ന് ജീവിച്ചാൽ അത് നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കും. അതുമാത്രമല്ല, അവിടെ ചെന്നതിന് ശേഷം നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന കാര്യവും ഈ ഉപമ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ ഇവിടെ തന്നെ സാധിക്കൂ. ഒരു ജീവിതത്തിൻ്റെ ശൈലിക്കൊരു മാറ്റം വരുത്തണം, കുറച്ചുകൂടി ഒന്ന് പ്രാർത്ഥിക്കണം, ഒരു മാനസാന്തരം ആവശ്യമാണ്, കുറച്ചുകൂടി നന്മകൾ ചെയ്യണം, ദൈവത്തെ കുറച്ചുകൂടി സ്നേഹിക്കണം, എൻ്റെ സഹോദരങ്ങളെയും ആവശ്യത്തിലും മുട്ടുപാടിലും കഴിയുന്നവരെ സഹായിക്കണം. ഈ ഒരു തോന്നലുകളൊക്കെ ഈ ഭൂമിയിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് കർത്താവ് നമ്മോട് പറയുന്നുണ്ട്, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ സമ്പത്ത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ അത് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ചെയ്യുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയും നമ്മളെ നിർബന്ധിക്കുകയും ചെയ്യുകയാണ് ഈ ഉപമയിലൂടെ. ഇവിടെ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ നമ്മൾ വായിക്കുമ്പോൾ ധനവാൻ പ്രത്യേകിച്ചൊരു തെറ്റും ചെയ്തതായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നില്ല. പാവപ്പെട്ട ലാസർ അവനെ പട്ടിയെ വിട്ട് കടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോടാ എന്ന് പറയുകയോ അവനിട്ട് അടി കൊടുക്കുകയോ അവനെ ചീത്ത പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ ധനവാൻ. പക്ഷേ ധനവാൻ ഒന്ന് ചെയ്തു, ഞാൻ കണ്ടില്ല എന്ന ഭാവത്തിൽ അവൻ ജീവിച്ചു, എനിക്കറിയില്ല എന്ന ഭാവത്തിൽ അവൻ ജീവിച്ചു. അപ്പോൾ അതല്ലാതെ പ്രത്യേകിച്ച് ഒരു തെറ്റ് അവൻ ചെയ്തതായിട്ട് ഈ ഉപമ നമ്മോട് പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മോടൊപ്പമുള്ളവരെ നമ്മുടെ സമ്പത്ത് കൊണ്ട് എത്രത്തോളം സഹായിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് നമ്മളൊന്ന് ഈ ഉപമ വായിച്ചതിന് ശേഷം നമ്മളൊന്ന് ചിന്തിക്കണം. അവൻ ധനവാനായതിൽ ഒരു തെറ്റുമില്ല. അവന് സമ്പത്തിനെക്കുറിച്ച് ദൈവം ഒരു കുറ്റവും പറയുന്നില്ല. ലാസർ പാവപ്പെട്ടവനായിരുന്നു, ഒന്നുമില്ലാത്തവനായിരുന്നു, ദരിദ്രനായിരുന്നു, അതും അവൻ്റെ കുറ്റമല്ല. സമ്പന്നനായത് ധനവാൻ്റെ കുറ്റവും അല്ല. പക്ഷേ നമ്മുടെ സമ്പത്ത് നമ്മൾ എങ്ങനെ ചിലവഴിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ദൈവത്തിനൊരു തിരുമനസ്സുണ്ട്, എൻ്റെ സമ്പത്ത് ഞാൻ എങ്ങനെ ചിലവഴിക്കണം എന്ന്. ചെമ്മന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും പിന്നെ സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്ത ധനവാൻ അവൻ ഒന്നിനെക്കുറിച്ചും ചിന്തിച്ചില്ല. ലാസറാണെങ്കിൽ ശരീരം മുഴുവൻ വ്രണങ്ങൾ വന്ന് നായ്ക്കൾ വന്ന് നക്കി, ധനവാൻ്റെ മേശയിൽ നിന്ന് വീഴുന്നതൊക്കെ അതും കൊണ്ടൊക്കെ തിന്ന് അവന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവൻ്റെ ജീവൻ അവൻ നിലനിർത്തുന്നു, അത്രമാത്രം. അപ്പോൾ ഒരു സുരക്ഷിതത്വവും ഇല്ലാത്ത ഒരു ജീവിതമായിരുന്നു ഈ പാവപ്പെട്ട ലാസറിൻ്റേത്. അവന് നാളെ ധനവാൻ്റെ മേശയിൽ നിന്ന് വീണിട്ട് എന്തെങ്കിലും കിട്ടുമോ അവനൊന്നും അറിയില്ല. അതായത് ഒരു സുരക്ഷിതത്വവും ആ മനുഷ്യൻ അനുഭവിച്ചില്ല. പക്ഷേ ധനവാന് നല്ല സുരക്ഷിതത്വമുണ്ടായിരുന്നു, അവന് ഇഷ്ടം പോലെ സമ്പത്തുണ്ടായിരുന്നു. അവന് നാളെക്കുറിച്ച് ഒരു ദുഃഖമോ ദുരിതമോ ഒരു ആകുലതയോ അവനുണ്ടായിരുന്നില്ല. കാരണം അവൻ്റെ സമ്പത്ത് അത്രത്തോളം വലുതായിരുന്നു.
സമ്പത്ത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ഇഷ്ടംപോലെ സമ്പത്തുണ്ടാവുക അതൊരു ദൈവാനുഗ്രഹമാണ്. അന്യായമായ മാർഗത്തിലൂടെയല്ല, നീതിയായ മാർഗത്തിലൂടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സമ്പത്തുണ്ടാകുന്നത് അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനം അബ്രാഹത്തിൻ്റെയും ലോത്തിൻ്റെയൊക്കെ കാര്യം പറയുന്നുണ്ട്. അബ്രാഹവും ഇസഹാക്കും പൂർവ്വപിതാക്കന്മാരെല്ലാവരും വലിയ സമ്പത്തിൻ്റെ ഉടമയായിരുന്നു. കാരണം അവർ ദൈവത്തിൻ്റെ വാക്കുകൾ അതേപടി അനുസരിച്ചവരാണ്. അവൻ ദൈവം അവരെ സമ്പത്ത് നൽകുകയും അനുഗ്രഹിച്ചു എന്നുള്ളതാണ് ഒരു കാര്യം. അവരൊരിക്കലും ദൈവത്തിൻ്റെ വാക്കുകൾക്ക് എതിരെ പറഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ചല്ലാതെ അവർ ജീവിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അനുഗ്രഹം കൂടി അവർക്ക് ലഭിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 5-ാമത്തെ തിരുവചനം അവൻ്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻപറ്റങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർക്കൊന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല, കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ലോത്തിനും അബ്രാഹത്തിനും ഒരുമിച്ച് താമസിക്കാൻ ഒരു ദേശത്ത് താമസിക്കാൻ വയ്യാത്ത വിധം അത്രയേറെ സമ്പത്ത് അവരുടെ ആ ദേശം മുഴുവനും നിറഞ്ഞ് നിൽക്കുകയായിരുന്നു. ആട്ടുംകൂട്ടങ്ങൾ, അങ്ങനെ സകല ജീവികൾ, ഒട്ടകങ്ങൾ, അങ്ങനെ അവരുടെ സമ്പത്ത് മുഴുവനും, ഇഷ്ടംപോലെ ജോലിക്കാർ, ദാസീദാസന്മാർ, ഇവരെല്ലാം ഇഷ്ടം പോലെ, അങ്ങനെ വലിയ സമ്പത്തിൻ്റെ ഉടമയായിരുന്നു ഈ ഉടമകളെ പൂർവ്വപിതാക്കന്മാരെല്ലാവരും. അപ്പം ഒരു ഘട്ടത്തിൽ അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് താമസിക്കുക, അബ്രാഹത്തിനും ലോത്തിനും ഒരുമിച്ച് താമസിക്കാൻ കഴിയില്ല എന്ന് കണ്ട് അവർ വേർപിരിയുകയാണ് ചെയ്തത്. അപ്പോൾ സമ്പത്ത് ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളം കൂടിയാണ്. അപ്പോൾ കർത്താവിന് പ്രീതികരമായ വിധത്തിൽ സമ്പത്തിനെ നമ്മൾ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അത് ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എൻ്റെ സമ്പത്ത്, അതിനെ ആശ്രയിച്ചിട്ടാണ് എൻ്റെ അനുഗ്രഹമാണോ അല്ലെങ്കിൽ എനിക്ക് ശാപമാണോ എന്താണ് കിട്ടാൻ പോകുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവിനെ നിൻ്റെ സമ്പത്ത് കൊണ്ടും നിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക. അപ്പോൾ നിൻ്റെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയുകയും നിൻ്റെ ചക്കുകളിൽ വീഞ്ഞ് നിറഞ്ഞ് കവിയുകയും ചെയ്യും. ഇങ്ങനെ നമ്മുടെ സമ്പത്ത് അനുഗ്രഹത്തിൻ്റെ സമ്പത്താക്കി മാറ്റാൻ എങ്ങനെ കഴിയുമെന്നാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 9-ാമത്തെ വചനം പറയുന്നത്. കർത്താവിനെ നിൻ്റെ സമ്പത്ത് കൊണ്ടും നിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക. അപ്പോൾ നിൻ്റെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയുകയും നിൻ്റെ ചക്കുകളിൽ വീഞ്ഞ് നിറഞ്ഞ് കവിയുകയും ചെയ്യും. അപ്പോൾ കർത്താവിനെ നമ്മൾ നമ്മുടെ സമ്പത്ത് കൊണ്ട് ബഹുമാനിച്ചാൽ വീണ്ടും വീണ്ടും സമൃദ്ധിയാണ്. എന്താണ് സംഭവിക്കുക? നിൻ്റെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയും, നിൻ്റെ ചക്കുകളിൽ വീഞ്ഞ് നിറഞ്ഞ് കവിയുകയും ചെയ്യും. അതാണ് ദൈവത്തെ നമ്മുടെ സമ്പത്ത് കൊണ്ട് ബഹുമാനിച്ചാൽ സമൃദ്ധി കൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ അതേസമയം നമ്മൾ ഒന്നും ദൈവത്തിൻ്റെ ഹിതാനുസരണം ജീവിക്കാതിരുന്നാലോ ദാരിദ്ര്യം മെല്ലെ മെല്ലെ ഒരിക്കലും തികയാത്ത ഒരു അവസ്ഥ നമുക്ക് വരികയും ചെയ്യും. അപ്പോൾ സമ്പത്ത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനെ ബഹുമാനിക്കണം. എല്ലാ ഉൽപ്പന്നങ്ങളുടെ ആദ്യ ഫലങ്ങൾ കൊണ്ടും കർത്താവിനെ ബഹുമാനിക്കണം. അപ്പം നമ്മുടെ സമ്പത്ത് കൊണ്ട് എന്ത് ചെയ്യണം? സമ്പത്തില്ലാത്തവൻ അനുഗ്രഹിക്കപ്പെടണം. സമ്പത്തില്ലാത്തവൻ അനുഗ്രഹിക്കപ്പെടണം നമ്മുടെ സമ്പത്ത് കൊണ്ട്. അപ്പോൾ പഠിക്കാൻ കഴിവില്ലാത്ത മക്കൾ, അങ്ങനെയുള്ള കുടുംബങ്ങളിലുള്ള പിള്ളേരെ നമ്മുടെ സമ്പത്ത് കൊണ്ട് അവർ പഠിക്കണം. കല്യാണം കഴിപ്പിച്ചു വിടാൻ മാർഗമില്ല പെൺകുട്ടികളെ, അങ്ങനെയുള്ള പെൺകുട്ടികൾ നമ്മുടെ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെടണം. ചികിത്സിക്കാൻ കഴിവില്ലാത്ത രോഗികളുണ്ട്, നമ്മുടെ സമ്പത്ത് കൊണ്ട് അവർ ചികിത്സിക്കപ്പെടണം. അപ്പം കർത്താവ് നമുക്ക് നൽകിയ സമ്പത്തിൻ്റെ അനുഗ്രഹം ഈ സമ്പത്തില്ലാത്തവരും പ്രാപിക്കണം. അങ്ങനെ അവരും നമ്മുടെ സമ്പത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക. ഇല്ലെങ്കിൽ എനിക്കുള്ളത് എൻ്റേത്, ഇങ്ങനെ നമ്മൾ സ്വകാര്യതയിലേക്ക് കൂടുതൽ വരും തോറും നമ്മുടെ സമ്പത്ത് ദൈവാനുഗ്രഹം ഇല്ലാത്തതായിട്ട് മാറിക്കൊണ്ടിരിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: നിൻ്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ, അവ നിനക്ക് ദീർഘായുസ്സും സമൃദ്ധമായി ഐശ്വര്യവും നൽകും. കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ. അപ്പോൾ സുഭാഷിതങ്ങളുടെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നിൻ്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ, അവ നിനക്ക് ദീർഘായുസ്സും സമൃദ്ധമായി ഐശ്വര്യവും നൽകും. കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കുകയും ചെയ്യട്ടെ. ഇവിടെ നമ്മൾ ധനവാൻ്റെയും ലാസറിൻ്റെയും ജീവിതത്തിലേക്ക് വരിക. അപ്പം ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളൊക്കെ നമ്മൾ പാലിക്കുമ്പോൾ ഐശ്വര്യവും ദീർഘായുസ്സും എല്ലാ കൃപകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്.
ദൈവത്തിൻ്റെ വഴികളിൽ നിന്നും വിട്ടുപോകുമ്പോഴാണ് നമ്മളെ ദാരിദ്ര്യവും ദുഃഖവും രോഗങ്ങളും എല്ലാ കഷ്ടതകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അപ്പോൾ ധനവാന്റെ മേശയ്ക്ക് കീഴെ വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ അല്ലായിരുന്നു ലാസർ തിന്നേണ്ടിയിരുന്നത്. ധനവാന്റെ മേശയ്ക്ക് കീഴേ നിന്ന് വീഴുന്നത് പെറുക്കിയെടുത്ത് ആയിരുന്നില്ല തിന്നേണ്ടിയിരുന്നത്. അവൻ്റെ മേശയിൽ നിന്ന് വരുന്നതിൻ്റെ ഒരു പങ്ക് ഈ ലാസറിന് ലഭിക്കേണ്ടിയിരുന്നു. അത് അവൻ്റെ ഭക്ഷണമാകേണ്ടിയിരുന്നു. അതാണ് ദൈവം ആഗ്രഹിച്ചത്. അവൻ്റെ വ്രണങ്ങളില്ലേ, ലാസറിൻ്റെ ശരീരത്തിലുള്ള വ്രണങ്ങൾ നായ്ക്കൾ നക്കേണ്ടതായിരുന്നില്ല, മറിച്ച് ഈ ധനവാന്റെ സമ്പത്ത് കൊണ്ട് ചികിത്സിച്ച് സുഖപ്പെടുത്തേണ്ടതായിരുന്നു. അതവൻ കണ്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? നായ്ക്കൾ വന്ന് നക്കി. ഈ ഭൂമിയിൽ അങ്ങേയറ്റം വേദന അവൻ അനുഭവിച്ചു. അപ്പോൾ അവൻ്റെ വ്രണങ്ങൾ ചികിത്സിക്കേണ്ടിയിരുന്നത് ധനവാൻ ചികിത്സിച്ചില്ല. പിന്നെയോ അവന് താമസിക്കാൻ ഈ ധനവാൻ്റെ പടിവാതിലല്ലായിരുന്നു, അവനൊരു കൊച്ചു വീട് ഈ ധനവാൻ പണിതു കൊടുക്കേണ്ടതായിരുന്നു. അപ്പം ധനവാൻ്റെ സമ്പത്ത് കൊണ്ട് അങ്ങനെയെങ്കിൽ ഈ പാവപ്പെട്ട ലാസർ അനുഗ്രഹിക്കപ്പെടുമായിരുന്നു. അങ്ങനെയാണെങ്കിലോ അവർ രണ്ടുപേരും ഒരുമിച്ച് അബ്രാഹത്തിൻ്റെ മടിയിൽ ഉണ്ടാകുമായിരുന്നു. ധനവാന് പാതാളത്തിൽ കിടന്ന് മുകളിലേക്ക് നോക്കി നിലവിളിക്കേണ്ട ഒരു ഗതികേട് വരുമായിരുന്നില്ല. അപ്പം പാവപ്പെട്ട ലാസറുമായിട്ട് അവൻ്റെ സമ്പത്ത് പങ്കുവയ്ക്കുവാനും അവൻ്റെ ഭക്ഷണമേശയിലെ ഒരു പങ്ക് കൊടുക്കാനും കഴിയില്ല. അവൻ്റെ രോഗം ചികിത്സിക്കാൻ സാധിച്ചില്ല. അവനൊരു വീട് പണിത് കൊടുക്കാനായിട്ട് സാധിച്ചില്ല. ഇതൊക്കെയാണ് ധനവാൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ പോരായ്മ. ഇതാണ് ധനവാനെ പാതാളത്തിലും പാവപ്പെട്ട ലാസറിനെ അബ്രാഹത്തിൻ്റെ മടിയിലും എത്തിച്ചത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രവൃത്തികൾ, ഈ പ്രവൃത്തികളാണ് നമ്മളെ പാതാളത്തിലാണോ നമ്മളെ അബ്രാഹത്തിൻ്റെ മടിയിലാണോ എത്തിക്കുന്നത് എന്ന് നമ്മൾ തീരുമാനിക്കണം. എൻ്റെ ഓരോ പ്രവൃത്തികൾ കൊണ്ടും ഞാൻ തീരുമാനം ഒപ്പിടുകയാണ്, ഞാൻ പാതാളത്തിൽ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ ഓരോ പ്രവൃത്തികളും തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്ന് ഞാൻ ചെയ്ത ഈ പ്രവൃത്തികളൊക്കെ ഇന്നത്തെ എൻ്റെ തീരുമാനങ്ങളാണ്. ഇന്നലെ ഞാൻ ചെയ്തതൊക്കെ ഇന്നലത്തെ എൻ്റെ തീരുമാനങ്ങളാണ്. ഒന്നെങ്കിൽ പാതാളത്തിലേക്ക് പോകുവാൻ, അല്ലെങ്കിൽ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് പോകുവാൻ. അപ്പം നമ്മൾ നമ്മുടെ സമ്പത്തുമായി കർത്താവിൻ്റെ മുമ്പിൽ ചെല്ലാൻ പലപ്പോഴും നമ്മൾ ഭയപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പത്തുമായി ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലാൻ നമ്മൾ ഭയപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ എൻ്റെ സമ്പത്ത് മുഴുവൻ ദൈവം കാണുമോ എന്ന് പോലും ഭയപ്പെടുകയാണ് നമ്മൾ ചിലപ്പോൾ. എന്തായിരിക്കാം അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങളിൽ ഒരു അധികാരി യേശുവിൻ്റെ അടുത്ത് വന്ന് നിത്യജീവനെ സംബന്ധിച്ച സംശയങ്ങളുമായിട്ടാണ്. ഗുരു, നിത്യജീവൻ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? ഈശോ അവനോട് ചോദിച്ചു, പ്രമാണങ്ങൾക്ക് നിനക്കറിയാമല്ലോ. അറിയാം. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി നൽകരുത്, മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. അപ്പോൾ അവൻ പറഞ്ഞു, ചെറുപ്പം മുതലേ ഞാനിതെല്ലാം പാലിക്കുന്നുണ്ട്, ഒരു കുറവും ഞാനിതിൽ വരുത്തിയിട്ടില്ല. 18-ാം അധ്യായം ലൂക്ക 18 22-ാമത്തെ വചനം നമ്മോട് പറയുന്നു, ഈശോ അവൻ്റെ മുഖത്ത് നോക്കി അവനോട് പറഞ്ഞു, ഇനിയും നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക. ഇനിയും നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുത്തു കഴിയുമ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അതിനുശേഷം വന്ന് എന്നെ അനുഗമിക്കുക. സത്യത്തിൽ ഈ വചനം നമ്മളിൽ ഒരുപാട് പേർക്ക് പേടിയാണ്. സമ്പത്തുള്ള ഞാൻ കർത്താവിൻ്റെ അടുത്ത് ചെല്ലാൻ ഭയപ്പെടുന്നത് ഈ വാക്ക് കർത്താവ് എന്നോടും പറയുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ്. ഇനിയും നിനക്കൊരു കുറവുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അതിനുശേഷം വന്ന് എന്നെ അനുഗമിക്കുക. ഈശോ ഈ വചനം എന്നോടും പറയുമോ ആവോ? എൻ്റെ സമ്പത്ത് മുഴുവനും ഞാൻ ഇങ്ങനെ കൊടുക്കേണ്ടി വരുമോ ആവോ? ഇതൊരു നല്ലൊരു ശതമാനം മനുഷ്യരുടെയും ഭയമാണ്. ഇങ്ങനെയെങ്ങാനും കർത്താവ് എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ കുടുങ്ങുകയല്ലേ?
എന്നോടും പറയുമോ ഇങ്ങനെ? അതുകൊണ്ട് ഈ വചനത്തെ നമ്മൾ യഥാർത്ഥത്തിൽ ഭയപ്പെടുകയാണ്. സഭാപ്രസംഗകൻ 5-ാമത്തെ അധ്യായം 19-20 തിരുവചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു: സമ്പത്തും സമൃദ്ധിയും അതനുഭവിക്കുവാനുള്ള കഴിവും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തൻ്റെ ഈ അവസ്ഥയെ മാനിക്കുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം ഇത് നമ്മളോട് പറയുന്നത്, ദൈവം ആ അധികാരിയോട് പറഞ്ഞു, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാവും. അതിനുശേഷം വന്ന് അത് അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. അവനെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അതിനുശേഷം വന്ന് എന്നെ അനുഗമിക്കുക എന്നത്. അപ്പോൾ സഭാപ്രസംഗൻ 5-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ നമ്മളോട് പറയും: സമ്പത്തും സമൃദ്ധിയും അത് അനുഭവിക്കുവാനുള്ള കഴിവും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തൻ്റെ ഈ അവസ്ഥയെ മാനിക്കുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന്. അപ്പോൾ എല്ലാവരോടും ദൈവം പറയില്ല, നീ വിറ്റെല്ലാം ദരിദ്രർക്ക് കൊടുക്കുക, അതിനുശേഷം പിന്നാലെ വരിക എന്ന്. അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹമായ സമ്പത്ത്, അപ്പം ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്ന് പറയാൻ കാരണം ഇതാണ്: നമ്മുടെയൊക്കെ സമ്പത്ത് അനുഗ്രഹിക്കപ്പെടാൻ മാത്രം കർത്താവിൻ്റെ ഹിതം അനുസരിച്ച് നമ്മൾ ജീവിക്കണം. ധനവാൻ തൻ്റെ സമ്പത്തിനെ ദൈവത്തിൻ്റെ ഹിതത്തിന് സമർപ്പിച്ചില്ല എന്നുള്ളതാണ്. എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്തായിരിക്കും എന്നെക്കുറിച്ച്? എനിക്കിത്രയും സമ്പത്തുണ്ടല്ലോ, എൻ്റെ ദൈവം എന്താണ്, എൻ്റെ സമ്പത്ത് കൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത്. ആ ഒരു ചോദ്യം ധനവാൻ ചോദിച്ചില്ല. ധനവാൻ മാത്രമല്ല, നമ്മളിൽ പലരും ചോദിക്കാറില്ല. എനിക്കിത്രയും സമ്പത്ത് ദൈവം തന്നിട്ടുണ്ട്, ഈ സമ്പത്ത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത്. അതവൻ ചോദിക്കാതെ അവൻ്റെ സ്വകാര്യതയിലേക്ക് പോവുകയാണ് ചെയ്തത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കൃപകൾ പ്രാപിക്കാൻ തക്കവിധം ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു ജീവിതം നയിക്കണമെങ്കിൽ നമ്മൾ അവിടുത്തെ തിരുമുമ്പിൽ ശിരസ് നമിച്ചേ പറ്റൂ. ധനവാൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ അവൻ നഷ്ടമാക്കി. ധനവാൻ്റെ അനുഗ്രഹങ്ങൾ നഷ്ടമാക്കിയെന്ന് അവൻ്റെ ജീവിതം തന്നെ അവൻ നഷ്ടമാക്കി കളഞ്ഞു. അവൻ്റെ ജീവിതം തന്നെ അവൻ നഷ്ടമാക്കി കളഞ്ഞു. അവൻ പാതാളത്തിലെത്തിപ്പോയി. അതിനുശേഷം അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് ഇരിക്കുന്ന ആ ലാസറിനെ നോക്കി അവൻ വിളിച്ചു പറഞ്ഞു, ഈ അഗ്നിജ്വാലയിൽ കിടന്ന് ദഹിക്കുന്ന എനിക്ക് ഈ ലാസറിൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കുവാനായി ഒന്ന് വിടണമേ. അതാണ് അവൻ്റെ പ്രാർത്ഥന. അവൻ്റെ വിരൽ വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കുവാനായിട്ട് ഒന്ന് വിടണമേ എന്നുള്ളതാണ് അവൻ്റെ പ്രാർത്ഥന. അപ്പോൾ ലാസറിനെ വിട്ട് വെള്ളം കൊടുക്കണം, ലാസറിനെ വിട്ട് വെള്ളം കൊടുക്കണം എന്ന് പറയുമ്പോൾ അവൻ്റെ പടിവാതിൽക്കൽ കിടന്ന മനുഷ്യനാണ് ഈ ലാസർ. ജീവിതകാലത്ത് അവനെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. പക്ഷേ അവനെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ശ്രദ്ധയും ഇല്ലാതിരുന്ന് ഇന്ന് ഈ ലാസറിൻ്റെ വിരൽ വെള്ളത്തിൽ മുക്കി അവൻ്റെ നാവ് തണുപ്പിക്കാൻ ഒന്ന് പറഞ്ഞു വിടണമേ. അതാണ് അവൻ്റെ അപേക്ഷ. ഇന്ന് ലാസറിൻ്റെ സഹായം അവൻ ആവശ്യമാണ്. അപ്പോൾ അബ്രാഹത്തിൻ്റെ മറുപടി ഇതാണ്: ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തം സ്ഥാപിക്കും. അവിടെ നിന്ന് ഇങ്ങോട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടോ വരാനായിട്ട് സാധ്യമല്ല. അങ്ങനെ വരാൻ സാധ്യമല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് ആലോചിക്കുക പോലും വേണ്ട. അപ്പോൾ പിന്നെ ധനവാൻ്റെ മറ്റൊരപേക്ഷയാണ് അടുത്തത്: എനിക്ക് 5 സഹോദരങ്ങളുണ്ട്. തീർച്ചയായും അവൻ്റെ സഹോദരങ്ങളും അവൻ ജീവിക്കുന്ന അതേ ശൈലിയിൽ തന്നെയായിരിക്കും ജീവിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാനോ പീഡകളുടെ ഈ സ്ഥലത്ത് വന്നു എൻ്റെ സഹോദരങ്ങൾ ഇവിടെ വരാതിരിക്കേണ്ടതിന് ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ. അതാണ് അവൻ്റെ അടുത്ത അപേക്ഷ. അപ്പോൾ അബ്രാഹാം എന്താ പറഞ്ഞത്? അതും സാധ്യമല്ല.
ലാസർ പോയി അവനോട് സുവിശേഷം പ്രസംഗിക്കേണ്ട ആവശ്യം ഇല്ല. അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. അങ്ങനെ മോശയെയും പ്രവാചകന്മാരെയും അവർ കേൾക്കട്ടെ. അപ്പം മോശയെയും പ്രവാചകന്മാരെയും കേട്ട് അവർ ജീവിച്ചാൽ മതി. എന്താണ് മോശയും പ്രവാചകന്മാരും? അതാണ് ദൈവത്തിൻ്റെ വചനം. ഈ വചനമനുസരിച്ചാണ് അവർ ജീവിക്കേണ്ടത്. അപ്പം വചനം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ പീഡകളുടെ ഈ സ്ഥലത്ത് സഹോദരങ്ങൾ വരാതിരിക്കാൻ ഈ മോശയും പ്രവാചകന്മാരെയും കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്നൊരുവൻ ഉയർത്ത് ചെന്നാലും അവർക്ക് വിശ്വാസമാകില്ല എന്നുള്ളതാണ് അബ്രാഹത്തിൻ്റെ മറുപടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്രാഹത്തിൻ്റെ മറുപടി എത്ര ശ്രദ്ധേയമാണ്. മരിച്ചതിന് ശേഷം നമുക്കാർക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനവും വരുത്താനോ ചെയ്തു പോയ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കാനോ ഒരു മാറ്റം വരുത്താനോ ഒരിക്കലും സാധ്യമല്ല. അതായത് നിങ്ങൾക്കും ഞങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ അടുത്തുനിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ ഞങ്ങളുടെ അടുത്തുനിന്ന് നിങ്ങളുടെ അടുത്തേക്കോ വരുവാൻ സാധ്യമല്ല. അപ്പം ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് അതനുസരിച്ച് ജീവിക്കുക. അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ട്. നമ്മൾ മോശയും പ്രവാചകന്മാരും എവിടെയാണ് നമ്മൾ അവരെ കാണുന്നത്? നമ്മൾ ദേവാലയത്തിലെ കുദാശകൾക്കായിട്ട് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് പോകുമ്പം അവിടെ കേൾക്കുന്ന വചനങ്ങൾ, എല്ലാ മാധ്യമങ്ങളിലൂടെയും നമ്മളിലേക്ക് വരുന്ന വചനങ്ങൾ, ധ്യാനത്തിൽ നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ, പിന്നെ നമ്മുടെയൊക്കെ ഭവനത്തിൽ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം, ഇതാണ് മോശയും പ്രവാചകന്മാരും. മോശയും പ്രവാചകന്മാരും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അന്ന് മോശയും പ്രവാചകന്മാരും മാത്രമായിരുന്നു. ഇന്ന് യേശുവും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ലേഖനങ്ങളിലൂടെ അപ്പസ്തോലന്മാർ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. സഭ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അനേക വിശുദ്ധർ അവരുടെ ജീവിത ചരിത്രങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് മോശയും പ്രവാചകന്മാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമുക്ക് കുറേ കൂടി വചനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സഭയുടെ വചനം നമുക്ക് കേൾക്കുന്നുണ്ട് നിത്യവും. അങ്ങനെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തേണ്ട ഒരുപാട് മാർഗങ്ങൾ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഈശോ വിധക്കാരൻ്റെ ഉപമ പറഞ്ഞില്ലേ? വിധക്കാരൻ്റെ ഉപമയിൽ ഈശോ പറഞ്ഞു 4 തരത്തിലുള്ള ആൾക്കാരാണ് വചനം ശ്രവിക്കുന്നത്. ഒന്നാമത്തെ കൂട്ടർ ദൈവത്തിൻ്റെ വചനം അവരുടെ ഹൃദയത്തിൽ പതിക്കുന്നു. അതവിടെ പൊട്ടിമുളച്ച് വളരാതിരിക്കാൻ വേണ്ടി ദുഷ്ടൻ വന്ന് അത് അപഹരിക്കുകയാണ്. അതായത് പക്ഷി വന്ന് കൊത്തിപ്പറക്കുക. അത് വഴിയിൽ വീണ വിത്താണ്. വഴിയിൽ വീണ വിത്ത് അവിടെ നല്ല തെളിഞ്ഞു കിടപ്പുണ്ട്. ആ ദൈവത്തിൻ്റെ വചനം വീണ് അവിടെ കിടന്നത് അതവിടെ പൊട്ടിമുളയ്ക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് ദുഷ്ടൻ വന്ന് അതിനെ അപഹരിച്ചുകൊണ്ട് പോകും. കുറേ മനുഷ്യർ അങ്ങനെയുണ്ട്. പിന്നെ കുറേ വിത്ത് പാറപ്പുറത്ത് വീണിട്ടുണ്ട്. പാറപ്പുറത്ത് വീണതോ അത് മണ്ണിനാഴമില്ലാത്തത് കൊണ്ട് അതവിടെ മുളച്ചു പൊങ്ങിയെങ്കിലും വേരില്ലാത്തത് കൊണ്ട് കരിഞ്ഞുപോയി. പിന്നെയോ കുറേ മുൾച്ചെടികൾക്കിടയിൽ വളർന്നു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. അതുകൊണ്ട് അതിന് വളർന്നു വരാനോ ഫലം പുറപ്പെടുവിക്കുവാനോ സാധിച്ചില്ല. ശേഷിച്ച കുറച്ച് വിത്തുകൾ അത് നല്ല നിലത്ത് വീണു. അത് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം വിളയിച്ചു. ചിലതിന് 30 സാധിച്ചുള്ളൂ. അത് മതി, ദൈവം ഒരു പരാതിയും പറയുന്നില്ല. ചില വിത്തുകൾ 60 മേനി പുറപ്പെടുവിച്ചു, അതിനും ദൈവം പരാതി പറയുന്നില്ല. ചിലത് 100 മേനി ഫലം വിളയിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ഈ വചനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നാം നമ്മുടെ സമ്പത്ത് ദൈവത്തിൻ്റെ ഹിത അനുസരണം നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അവിടുത്തെ വചനം നമ്മൾക്ക് ശ്രവിക്കുവാൻ സാധിക്കണം. ഈ വചനമാണ് നമ്മളെ ദൈവഹിത അനുസരണം നമ്മുടെ സമ്പത്ത് വിനിയോഗിക്കാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. ഞാൻ എന്ത് ചെയ്യണം? അത് വചനമാണ് എന്നോട് പറയുന്നത്. അപ്പോൾ ഈ വചനത്തെ കേൾക്കാനും ഈ വചനത്തെ അനുസരിക്കാനും ദൈവത്തിൻ്റെ തിരുമനസ്സിന് എപ്പോഴും കീഴ്പ്പെട്ട് ജീവിക്കുവാനും നമ്മൾക്ക് ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വചനങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. സഭയിലൂടെയും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും വിശുദ്ധരിലൂടെയും ഒക്കെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ വചനങ്ങളെ പ്രതിയും നന്ദി പറയുന്നു. ഈ വചനങ്ങൾ ആഴത്തിൽ ഗ്രഹിക്കുവാനുള്ള കഴിവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകത്തിലൂടെ ഈ വചനത്തെ ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് കഴിവ് നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ദൈവത്തിൻ്റെ വചനം അമ്മ ഉൾക്കൊണ്ടതുപോലെ ഞങ്ങൾക്കും വചനം ഉൾക്കൊള്ളുവാനുള്ള കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.